അപ്പോൾ നമ്മൾ ഇന്ന് എക്കോ സിനിമയെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ആ ക്ലൈമാക്സ് കണ്ട് ഞെട്ടിയിരിക്കുന്നവരായിരിക്കും കൂടുതലും. ക്ലൈമാക്സ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ എല്ലാവർക്കും ഡൗട്ട് വരാനുള്ള സാധ്യതയുള്ളൊരു കാര്യമുണ്ട്. കുരിയച്ചന് ശരിക്കും എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക? ശരിക്കും ആ ഒരു ക്യാരക്ടർ മരിച്ചോ? ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഹെവി സ്പോയിലർ ഉണ്ട്, അതുകൊണ്ട് സിനിമ കണ്ടവർ മാത്രം വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നേരെ പോയേക്കാം. ഈ ഒരു സിനിമയുടെ ക്ലൈമാക്സ് ആയപ്പോൾ നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ പറയാം. വിനീതിന്റെ ക്യാരക്ടർ, അതായത് പോത്തന്റെ ക്യാരക്ടറെ കൊല്ലുന്നത് ആരായിരിക്കും? കുരിയച്ചനാണോ? പ്യൂസിന്റെ പോയിന്റ് ഓഫ് വ്യൂല് അത് കുരിയച്ചൻ ചെയ്തതാണല്ലോ. മേ ബി ക്ലൈമാക്സിൽ കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായി കാണും അത് ചെയ്തതും മ്ലാത്തി ചേട്ടത്തിയാണെന്ന്. കുരിയച്ചൻ വീട്ടിൽ വരുമ്പോൾ മ്ലാത്തി പറയുന്നുണ്ട് പോത്തൻ വന്നിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പോൾ കുരിയച്ചൻ പറയുന്നത് 5-6 കൊല്ലത്തേക്ക് ശല്യം കാണില്ല, പോലീസിന് ഇട്ടുകൊടുത്തത് ഞാൻ തന്നെയാണെന്ന് കുരിയച്ചൻ പറയുന്നുണ്ട്. അപ്പോൾ കുരിയച്ചൻ അല്ല എന്ന് മനസ്സിലായി, മ്ലാത്തി തന്നെയാണ്. പോത്തൻ തന്നെ എല്ലാ സത്യങ്ങളും തുറന്ന് പറയുന്നുണ്ടല്ലോ. പോത്തന്റെ ഐഡിയ ആണല്ലോ പുള്ളിക്കാരെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ആ ഒരു ദേഷ്യം വെച്ച് തന്നെയാണ് പട്ടികളെ ഉപയോഗിച്ച് തന്നെ പോത്തനെ കൊന്നത്. കുരിയച്ചന് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? കുരിയച്ചൻ മരിച്ചിട്ടുണ്ടാവുമോ? ആ ക്ലൈമാക്സിൽ പറയുന്ന പോലെ ഇത്രയും നാൾ എന്തായാലും കുരിയച്ചൻ ഒളിവിൽ കഴിയാൻ സാധ്യതയില്ല. പക്ഷേ തിരിച്ചു വരുന്നുമില്ല, അപ്പോൾ മരിച്ചിട്ടുണ്ടാവും. അങ്ങനെയാകും എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. ക്ലൈമാക്സിൽ നരേന്റെ ക്യാരക്ടർ പറയുന്നുണ്ട് കുരിയച്ചൻ ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ എവിടെയെങ്കിലും പെട്ട് കാണുമെന്ന്. കുറച്ച് ദിവസം കഴിഞ്ഞ് അങ്ങനെയാണെങ്കിൽ മരിക്കുമല്ലോ, എല്ലാവരും അങ്ങനെയാണല്ലോ വിചാരിക്കുന്നത്. ബട്ട് അങ്ങനെയല്ല, കുരിയച്ചൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഇന്നലെ സിനിമ കണ്ട് ഇറങ്ങിയപ്പോൾ ഞാനും ഇങ്ങനെ തന്നെയാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ പിന്നീട് ഇതൊക്കെ റീവൈൻഡ് ചെയ്ത് നോക്കിയപ്പോഴാണ് കുറച്ച് ഡീറ്റെയിൽസ് കിട്ടിയത്. പടത്തിന്റെ അവസാന സീനിലായിട്ട് പിയൂസ് നടന്നു വരുന്ന ടൈമിൽ ഒരു മുള കിടക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ചീടത്തയുടെ അടുത്തോട്ട് വരുന്ന ടൈമിൽ അതിൽ കുറച്ച് ചോറ് കിടക്കുന്നതായിട്ടും കൂടി കാണിക്കുന്നുണ്ടായിരുന്നു. സിനിമയുടെ തുടക്കം പിയൂസ് അവിടെ നിന്ന് മുറ്റം അടിക്കുമ്പോഴും ആ ഒരു മുള കാണിക്കുന്നുണ്ട്. കുരിയച്ചന് ചേട്ടത്തി എല്ലാ ദിവസവും ചോറ് കൊടുത്ത് വിടുന്നുണ്ട്. മ്ലാത്തി ചേട്ടത്തിയാണല്ലോ ഇപ്പോൾ ഡോഗ്സിനെ കൺട്രോൾ ചെയ്യുന്നത്. കുരിയച്ചൻ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ നിന്ന് ഒരിക്കലും അനങ്ങാൻ പറ്റാത്ത രീതിയിൽ പട്ടികളെ മാറി മാറി നിർത്തിയിട്ടുണ്ട്. കുരിയച്ചന് അവിടെ നിന്നും ഒരിക്കലും പുറത്തു കിടക്കാൻ പറ്റില്ല, പക്ഷേ ഭക്ഷണം കൃത്യസമയത്ത് തന്നെ കിട്ടും. ഇത്രയും കാലം മ്ലാത്തി ചേട്ടത്തി എങ്ങനെയാണോ അവിടെ നിന്നത് അത് കുരിയച്ചനും അനുഭവിക്കണം. ഈ ഒരു കാര്യം മാത്രമല്ല ശ്രദ്ധിച്ചത്, പുള്ളിക്കാരുടെ മോൻ ആദ്യം വരുന്നുണ്ട്. തുടക്ക ടൈമിൽ മോൻ വന്നിട്ട് ടൗണിലോട്ടോ അല്ലെങ്കിൽ കൂടെ നിൽക്കാനോ വിളിക്കുന്നുണ്ട്. ബട്ട് പുള്ളിക്കാരെ അവിടെ നിന്ന് പോകില്ല എന്ന് പറയുന്നുണ്ട്. മ്ലാത്തി ചേട്ടത്തി പോയി കഴിഞ്ഞാൽ കുരിയച്ചന് ഫുഡ് കൊടുക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് തന്നെ ആയിക്കൂടെ മക്കളുടെ കൂടെ പോകാത്തതും. സംടൈംസ് പ്രൊട്ടക്ഷൻ ആൻഡ് റെസ്ട്രിക്ഷൻ ആർ സെയിം ബോത്ത് എനഫ്. പണ്ട് കുരിയച്ചൻ തന്നെ യോസിയോട് പറഞ്ഞ ഡയലോഗാണ്. എനിക്കിതിന്റെ ക്ലൈമാക്സ് കണ്ടിട്ട് തോന്നിയ കാര്യം ഇതാണ്. പിന്നെ മ്ലാത്തിയുടെ ആദ്യ ഭർത്താവ് മ്ലാത്തിയുടെ പ്രൊട്ടക്ഷന് വേണ്ടി തന്നെയാണ് ഡോഗ്സിനെ അവിടെ നിർത്തിയിരുന്നത്. പോത്തനും കുരിയച്ചനും കള്ളം പറയുമെന്ന് തോന്നിയിട്ട് തന്നെ ആയിരിക്കണം അവരെ അങ്ങോട്ട് കടത്തിവിടാഞ്ഞതും. അങ്ങോട്ട് ഇറങ്ങാൻ പോയ യോസിയും കടിച്ചതും ഈ ഒരു കാര്യം കൊണ്ട് തന്നെയാണ്. ഈ ഒരു കാര്യം പോത്തൻ മ്ലാത്തിയെ കാണാൻ വരുമ്പോൾ പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു പ്രാവശ്യം ഈ ഒരു സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ. ഇതിൽ കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.